ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ PSC നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ അവസാനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിലവിൽ PSC ഓരോ ജില്ലകളിൽ എത്രത്തോളം അഡ്വൈസ് അയച്ചിട്ടുണ്ട്, ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് അയച്ചിട്ടുള്ളത്, ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് അയച്ചിട്ടുള്ളത്, ഏത് ജില്ലയിൽ അപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 211/2025 നമുക്ക് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 3/9/2025 ഇതിനു മുമ്പ് തന്നെ എല്ലാവരും ഉറപ്പായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സാണ്. +2 പാസ്സായ ഏതൊരാൾക്ക് വേണമെങ്കിലും പരീക്ഷയിൽ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 19 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 27,900 അതുപോലെ തന്നെ 63,700 ഇടയിലാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അതുകൂടാതെ നല്ലൊരു ജോബാണ് PSC ഫോഴ്സ് ജോബുകൾ നോക്കുമ്പോൾ പോലീസിനേക്കാളൊക്കെ ഒരുപാട് നല്ല ജോബാണ് ഈ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. കാരണം കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കും നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ജോലിയായിരിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോലീസിൻ്റെ അത്ര വലിയ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജോലിയായിരിക്കും ഈ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കഴിഞ്ഞ തവണ PSC വിളിച്ച നോട്ടിഫിക്കേഷൻ അതിൽ എത്രത്തോളം ആൾക്കാർ ഇതുവരെ അഡ്വൈസ് നൽകിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ PSC കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വിളിച്ചത് 30/3/2022 അവസാനമായിട്ട് PSC നോട്ടിഫിക്കേഷൻ വിളിച്ചത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 2024 ഡിസംബർ വിവിധ തീയതികളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് PSC. നമുക്കിനി ഓരോ ജില്ലകളിൽ എത്രത്തോളം അഡ്വൈസ് ഇതുവരെയായിട്ട് PSC നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 അഡ്വൈസാണ് ഇതുവരെ PSC നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ പൊതുവെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ അഡ്വൈസ് അത്ര നൽകാറില്ല. കാരണം കാട് മറ്റുള്ള ജില്ലകളിലെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെ അത്ര വേക്കൻസി വരാത്തൊരു ജില്ലയാണ്. പിന്നെ കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ 9, അതുപോലെ വയനാട് ജില്ല 18 അഡ്വൈസ് ആണ് ഇതുവരെയായിട്ട് വിളിച്ചിട്ടുള്ളത്. പക്ഷേ വയനാട് ജില്ല ഇനിയും അഡ്വൈസ് ഇനി വരുന്ന നിങ്ങൾ അപേക്ഷിച്ചത് വയനാട് ജില്ലയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും അഡ്വൈസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വളരെയധികം അഡ്വൈസ് പൊതുവെ നടക്കുന്നൊരു ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും അഡ്വൈസ് ലഭിക്കും, നിങ്ങളത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. അടുത്തത് കോഴിക്കോട് ജില്ല 26 അഡ്വൈസാണ് ഇതുവരെ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല 23 അഡ്വൈസ്, പാലക്കാട് ജില്ല 30 അഡ്വൈസ്, പാലക്കാട് അത്യാവശ്യം അഡ്വൈസ് പോകുന്ന ജില്ലയാണ്. തൃശ്ശൂർ ജില്ല 31 അഡ്വൈസ്, എറണാകുളം ജില്ല 32 അഡ്വൈസ്. അപ്പോൾ നമുക്ക് ഈ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ഒരു 30-നടുത്ത് അഡ്വൈസ് പോകുന്ന ജില്ലകളാണിത്. അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആവറേജ് അഡ്വൈസ് ഇതിൽ പോകാറുണ്ട്. അടുത്തായിട്ട് നമുക്ക് കൊല്ലം ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല 39 അഡ്വൈസ്. ഏറ്റവും കൂടുതലും അഡ്വൈസ് പോകുന്നത് ഈ പറയുന്നത് പോലെ ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, അതുപോലെ തന്നെ വയനാട് ജില്ല. ഈ 3 ജില്ലകളിലാണ് കൂടുതൽ അഡ്വൈസ് PSC പോകുന്നത്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാടുകളുള്ള 3 ജില്ലകളാണ് വയനാട്, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി എന്ന് പറയുന്നത്. അടുത്തായിട്ട് കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 22 അഡ്വൈസാണ് ഇതുവരെയായിട്ടും PSC നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല 24 അഡ്വൈസ് ഇതുവരെയായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ല നമുക്ക് നോക്കുകയാണെങ്കിൽ 69 അഡ്വൈസ്. ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. കാരണം അവിടെ കാട് ഒരുപാട് കൂടുതലാണ്. വയനാട്, ഇടുക്കിയൊക്കെ ഏകദേശം 60 ആ റേഞ്ചിനടുത്ത് അഡ്വൈസ് പോകുന്ന ജില്ലകൾ തന്നെയാണ്. ഇടുക്കി ജില്ല 69 അഡ്വൈസ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് അഡ്വൈസ് പോയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയും കാടുകളുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും കുറവ് അഡ്വൈസ് പോയിട്ടുള്ള കോട്ടയം ജില്ലയാണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്വൈസിൻ്റെ നില നോക്കിയിട്ട് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചത്, ഏത് ജില്ലയിലാണ് ഇനി അപേക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ തീരുമാനിക്കുക. കാരണം നിങ്ങൾ തീരെ വേക്കൻസി ഇല്ലാത്ത ജില്ലകളിൽ പോയിട്ട് അപേക്ഷിച്ചിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. വളരെ വലിയ കട്ട് ഓഫ്, ഒരുപാട് പഠിച്ച് വലിയ മാർക്ക് മേടിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കാസർഗോഡോ കണ്ണൂരോ അങ്ങനെ അവിടെയൊക്കെ ആണെങ്കിൽ അപേക്ഷിക്കാം. പക്ഷെ ചെറിയ വേക്കൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നല്ല വേക്കൻസി ഉള്ള ജില്ലകളിൽ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ തന്നെ
പാലക്കാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വേക്കൻസി ഇതുവരെയായിട്ട് PSC വിളിച്ചത്, നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു